പ്രതികൂലങ്ങൾ ഏറെയെന്നാൽ അനുകൂലമായി യേശുവുണ്ട്. പ്രതികൂലങ്ങൾ ഏറെയെന്നാൽ അനുകൂലമായി യേശുവുണ്ട്. പതറുകില്ല, തളരുകില്ല, സ്വർഗസിയോനിലെത്തിയിടും ഞാൻ. പതറുകില്ല, തളരുകില്ല, സ്വർഗസിയോനിൽ എത്തിയിടും ഞാൻ. ത്രിയേക ദൈവത്തിന്റെ വന്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നോമ്പിന്റെ അതിമഹത്തായ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ട 3 പ്രധാന കാര്യങ്ങൾ: 1 സ്നേഹം, 2 സന്തോഷം, 3 സമാധാനം. ദൈവം സ്നേഹമാകുന്നു. സ്നേഹമില്ല എങ്കിൽ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നില്ല. സന്തോഷമില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടുകയുമില്ല. ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ ഇവ 3 ഉണ്ടോ? 1 കൊരിന്ത്യർ 13:1 ഇപ്രകാരം പറയുന്നു: ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. 13:2 എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. 13:4 സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. 13:7 എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. 1 തീമോത്തിയോസ് 6:7 ഇപ്രകാരം പറയുന്നു: ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. സഹോദര സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവ ജീവിതവും ക്രൈസ്തവന്റെ പ്രാർത്ഥനയും നിലകൊള്ളുന്നത്. 50 നോമ്പുകാലത്ത് വെറുപ്പിന്റെയും അസൂയയുടെയും പിണക്കത്തിന്റെയും ഒക്കെ മനോഭാവങ്ങൾ വിട്ട് സഹോദര സ്നേഹത്തിന്റെ പുണ്യത്തിലേക്ക് വളരാൻ നാം ശ്രമിക്കണം. 1 യോഹന്നാൻ 4:20 ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. 1 യോഹന്നാൻ 2:10-11 സഹോദരനെ സ്നേഹിക്കുന്നവർ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ ഭയക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 10:27 നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിന്നെപ്പോലെ
നിന്റെ സഹോദരനെ കൂട്ടുകാരനെയും സ്നേഹിക്കുക. ദൈവം സ്നേഹത്തിന്റെ നിറവാണ്. ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയും പ്രതിഫലനവുമാണ് സഹോദര സ്നേഹം. മാതാവിനെ സ്നേഹം കൊണ്ടും പിതാവിനെ ബഹുമാനം കൊണ്ടും ഗുരുവിനെ ആദരവ് കൊണ്ടും ദൈവത്തെ ഭക്തി കൊണ്ടും ഭാര്യയെ സംരക്ഷണം കൊണ്ടും കുട്ടികളെ വാത്സല്യം കൊണ്ടും സുഹൃത്തിനെ നന്മ കൊണ്ടും തോൽപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്നേഹം, സന്തോഷം, സമാധാനവും നിറയും. അതിനുവേണ്ടി ഈ നോമ്പുകാലം നമുക്ക് പ്രയോജനപ്പെടുത്തണം. പ്രശ്നങ്ങൾ എത്ര അധികമായാലും നീ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ നിൽക്കുക. നീ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എന്തുകൊണ്ടാണ് ജീവിതമാകുന്ന പരീക്ഷയിൽ നമ്മൾ അധികം പേരും തോറ്റുപോകുന്നത്? ഗുരു മറുപടി പറഞ്ഞു, യഥാർത്ഥത്തിൽ ജീവിതമെന്ന പരീക്ഷ വളരെ ലളിതമാണ്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം വെവ്വേറെ ചോദ്യപേപ്പർ ആണ് നൽകുന്നത്. ഇതറിയാതെ നാം അടുത്തിരിക്കുന്നവന്റെ ചോദ്യപേപ്പർ പകർത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ജീവിതമാകുന്ന പരീക്ഷയിൽ അധികം പേരും തോറ്റുപോകുന്നത്. ഈ ജീവിതമാകുന്ന ചോദ്യപേപ്പർ സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി എഴുതുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വിജയിക്കും. അതിനുവേണ്ടി ഈ നോമ്പുകാലം നമുക്ക് പ്രാർത്ഥനയോടെ ഒരുക്കാം. ഇന്ന് ഭവനങ്ങളിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ സ്നേഹം, സന്തോഷം, സമാധാനം. പരസ്പരം ഷെയറിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ കൂട്ടുകുടുംബത്തിൽ ഇവ ഉണ്ടായിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ ഫോൺ, ഫേസ്ബുക്ക് ഇതുപോലെയുള്ള ആധുനിക മാധ്യമങ്ങളിലൂടെ ആണ് ഇന്ന് സ്നേഹം, സന്തോഷം, സമാധാനം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്. ഇവ സൂക്ഷിച്ചുപയോഗിക്കാത്തത് കൊണ്ട് ജീവിതം നശിക്കുന്ന ഒരു തലമുറയെ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ സന്തോഷവും സ്നേഹവും സമാധാനവും കണ്ടുകൊണ്ട് കുഷ്ഠരോഗികളും ധീനന്മാരും പക്ഷവാദികളും കുരുടന്മാരും യേശുവിൻ്റെ ചുറ്റും കൂടി. യേശുവിനവർ സമാധാനം കണ്ടെത്തി. അതുപോലെ നമ്മുടെ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് ഈ നോമ്പുകാലം നമുക്ക് ധന്യമാക്കാം. സത്യമുള്ള വാക്കുകളും സ്നേഹമുള്ള ഹൃദയവും ആത്മാർത്ഥമായ മനസ്സുമുണ്ടെങ്കിൽ ബന്ധങ്ങൾ എന്നും സ്നേഹത്തോടെ നിലനിൽക്കും. എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും സമർപ്പിക്കുന്നു. ദൈവനാമത്തിന്